Welcome to SSLC Mathematics Revision Classes Part 5 Chapter 3 Arithmetic Sequences and Algebra സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. The terms of some arithmetic sequences in two specified positions are given below. Find the algebraic form of each. അതായത് ഓരോ പൊസിഷനിലുള്ള ടേമുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾജിബ്രിക് ഫോം എഴുതണം. അതായത് ആദ്യത്തേത് ഫസ്റ്റ് ടേം 5, 10th ടേം 23, അടുത്തത് ഫസ്റ്റ് ടേം 5, 7th ടേം 23, 5th ടേം 10, 10th ടേം 5, 8th ടേം 2, 12th ടേം 8. ചില സമാന്തര ശ്രേണിയിലെ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. 1ാം പദം 5, 10ാം പദം 23, അടുത്തത് 1ാം പദം 5, 7ാം പദം 23, 5ാം പദം 10, 10ാം പദം 5, 8ാം പദം 2, 12ാം പദം 8. അപ്പോൾ ഇവിടെ നമ്മൾ സമാന്തര ശ്രേണി ഫസ്റ്റ് ടേം എ ആണെങ്കിൽ അടുത്ത ടേം എയോട് കൂടി ഒരു പൊതുവ്യത്യാസം കൂടുന്നു. സെക്കൻഡ് ടേം എ പ്ലസ് ഡി ആകുന്നു. തേർഡ് ടേം എ പ്ലസ് 2d, ഫോർത്ത് ടേം എ പ്ലസ് 3d എക്സെട്ര അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 5ാം പദം എന്ന് പറയുന്നത് എ പ്ലസ് 4d ആണ്. അതിൽ നിന്ന് 3ാം പദം ഒന്ന് കുറച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ പ്ലസ് 2d ആണ് 3ാം പദം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പം എ പ്ലസ് 4d മൈനസ് എ മൈനസ് 2d എന്ന് കിട്ടും. എയും എയും ക്യാൻസൽ ആയി പോകും. എയും മൈനസ് എയും ആയതുകൊണ്ട് അത് 0 ആകും. 4dയിൽ നിന്ന് 2d പോയാൽ 2d കിട്ടും. അതായത് 5ാം പദത്തിൽ നിന്ന് 3ാം പദം കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 2 പൊതുവ്യത്യാസം. 5ൽ നിന്ന് 3 പോയാൽ 2. 8ാം പദത്തിൽ നിന്ന് 7ാം പദം കുറച്ചാൽ ഒരു പൊതുവ്യത്യാസം. 8ാം പദത്തിൽ നിന്ന് 1ാം പദം കുറച്ചാൽ എത്ര കിട്ടും? 8ൽ നിന്ന് 1 പോയാൽ 7 പൊതുവ്യത്യാസം. 10ാം പദത്തിൽ നിന്ന് 2ാം പദം കുറച്ചാൽ എത്ര കിട്ടും? 10 മൈനസ് 2 8 അല്ലേ? 8 പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി നമുക്കിത് ഓരോന്നും ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 10ാം പദത്തിൽ നിന്ന് 1ാം പദം കുറച്ചാൽ എത്ര കിട്ടും? 9 പൊതുവ്യത്യാസം കിട്ടും. 9 ഇൻറ്റു പൊതുവ്യത്യാസത്തിന് ഡി എന്ന ലെറ്റർ 9d കിട്ടും. അപ്പോൾ അത് നമുക്ക് 10ാം പദം 23 എന്നാണ് തന്നിരുന്നത്. 1ാം പദം 5, 23ൽ നിന്ന് 5 പോയാൽ 18. അപ്പോൾ d സമം 18/9 2. നമുക്ക് ജനറൽ ഫോം എന്താണ്? എക്സ് സമം എ എൻ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ഡി കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എ അറിയാം. എ കിട്ടിയിട്ടുണ്ടല്ലോ, ഡി പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്, അത് 2 ആണ്. അപ്പോൾ 2n പ്ലസ് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 1ാം പദം നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. 5ൽ നിന്ന് എത്ര കുറയ്ക്കണം? പൊതുവ്യത്യാസമായ 2 കുറയ്ക്കണം. 5 മൈനസ് 2 3. അതായത് എക്സ് സമം 2n പ്ലസ് 3. ബീജഗണിത രൂപം 2n പ്ലസ് 3 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സ് സമം ആദ്യ പദം എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി വെച്ചും ചെയ്യാം. ഇവിടെ ആദ്യ പദം 5 ആണ്. എൻ മൈനസ് 1 ഇൻറ്റു പൊതുവ്യത്യാസം 2. അപ്പോൾ 5 പ്ലസ് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 2n മൈനസ് 2 എന്ന് കിട്ടും. അതിൽ സ്ഥിരസംഖ്യാഭാഗം, അതായത് വേരിയബിൾ n ഇല്ലാത്തിടം 5ൽ നിന്ന് 2 പോയാൽ 3 പ്ലസ് 3 പിന്നെ 2. അങ്ങനെയും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7th ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7th ടേം 23 ആണ്. ഫസ്റ്റ് ടേം 5 ആണ്. 7 മൈനസ് 1 എത്രയാണ്? 6. അപ്പോൾ 7th ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 6 പൊതുവ്യത്യാസം 6 ഇൻറ്റു ഡി, അത് 18 ആണ്. ഡിയുടെ വാല്യൂ 18/6 3 എന്ന് കിട്ടുന്നു. ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ാം പദം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഡി തന്നെയാണ് 3. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. അതായത് 5ൽ നിന്ന് പൊതുവ്യത്യാസമായ ഡി പൊതുവ്യത്യാസം 3 കുറയ്ക്കുക. 5 മൈനസ് 3 2. അപ്പോൾ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എ എൻ പ്ലസ് ബി, അതായത് എ എന്ന് പറയുന്നത് 3 3n പ്ലസ് 2.
അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 10ാം പദവും 5ാം പദവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം തന്നിട്ടില്ലെന്ന് ഓർക്കുക. ഈ മുമ്പുള്ള 2 കണക്കിലും 1ാം പദം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ബി കണ്ടുപിടിക്കാൻ നേരിട്ട് 1ാം പദം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 1ാം പദം തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 1ാം പദവും കൂടി കണ്ടുപിടിക്കണം. 10ാം പദത്തിൽ നിന്ന് 5ാം പദം കുറച്ചാൽ 10 - 5 5 5 പൊതുവ്യത്യാസം സമം 10ാം പദം 5 5ാം പദം 10. അപ്പോൾ അതായത് ഇത് 5ാം പദത്തേക്കാൾ കുറവാണ് 10ാം പദം. അപ്പോൾ ഇത് കുറഞ്ഞ് പോകുന്ന സമാന്തര ശ്രേണിയാണ്. അതായത് പൊതുവ്യത്യാസം ഒരു നെഗറ്റീവ് സംഖ്യ കിട്ടും. 5ൽ നിന്ന് 10 പോയാൽ -5. അപ്പോൾ 5D ആണ് -5. D എന്ന് പറയുമ്പോൾ -5/5 -1 കിട്ടുന്നു. അപ്പോൾ എഫ് ഇനി നമ്മൾ ആദ്യത്തെ ടേം കണ്ടുപിടിക്കേണ്ടത് 1ാം പദം. 1ാം പദം എന്ന് പറയുമ്പോൾ 5ാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറച്ചാൽ മതിയല്ലോ. 5 - 4 അല്ലേ 1. അപ്പോൾ 5ാം പദം എന്ന് പറയുന്നത് 10 - 4 ഇൻറ്റു പൊതുവ്യത്യാസം -1. 2 മൈനസ് വരുമ്പം പ്ലസ് ആകും. 10 + 4 = 14. അപ്പോൾ നമുക്ക് 1ാം പദം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാം. അതായത് xn = an + b. a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമായ -1, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് പൊതുവ്യത്യാസം 14 - -1, അതായത് 14 + 1 15 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് xn എഴുതാം. -1 × n + 15. xn = -n + 15 എന്ന് കിട്ടുന്നു. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചെയ്തതാണ്. 5th ടേമിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറയ്ക്കുക. ഇനി അടുത്തത് 12ാം ടേമും 8ാം ടേമുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 12ാം ടേം മൈനസ് 8ാം ടേം എന്ന് പറയുമ്പോൾ 12ൽ നിന്ന് 8 പോയാൽ 4 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 12ാം ടേം 8 ആയിരുന്നു, 8ാം ടേം 2 ആയിരുന്നു. 8ൽ നിന്ന് 2 കുറച്ചാൽ 6. അപ്പോൾ പൊതുവ്യത്യാസം D = 6/4. വേണമെങ്കിൽ അത് വെട്ടാം. 2ലും കോമൺ ആയിട്ടുള്ള 2 കൊണ്ട് വെട്ടുമ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 വരും. 4/2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 3/2 എന്ന് എഴുതി. ഇനി ആദ്യ പദം കണ്ടുപിടിക്കണം. ഇവിടെയും ആദ്യ പദം കണ്ടുപിടിക്കാൻ 8ാം പദത്തിൽ നിന്ന് എത്ര പൊതുവ്യത്യാസം കുറയ്ക്കണം? 7 പൊതുവ്യത്യാസം കുറയ്ക്കണം. അല്ലെങ്കിൽ 12ാം പദത്തിൽ നിന്ന് 11 പൊതുവ്യത്യാസം കുറച്ചാലും മതി. അപ്പോൾ ഇവിടെ 8ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 2. 2ൽ നിന്ന് 7 ഇൻറ്റു പൊതുവ്യത്യാസം 3/2. അപ്പോൾ ഇവിടെ 7 × 3 21 21/2. ഈ 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുമ്പം ഇവിടെ ഡിനോമിനേറ്റർ 1 ആയിരുന്നു. ആ 1 എന്നുള്ളത് 2 ആയി. 1 × 2. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനോടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 വരും. 4 - 21/2. അതായത് 4ൽ നിന്ന് 21 പോകുമ്പോൾ 17 - 17 വരും. -17/2. അപ്പോൾ എന്ത് ടേം? xn = an + b. a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമായ D ആണ്. D 3/2 n + d. b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് പൊതുവ്യത്യാസമാണ്. അതായത് -17/2 - 3/2. ഇവിടെ 2ൻ്റെ ഡിനോമിനേറ്റർ 2 തന്നെ ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 17ഉം 3ഉം ആഡ് ചെയ്യുമ്പം 20 കിട്ടും. 2 ഒരേ സൈൻ ആയതുകൊണ്ട് കൂട്ടി എഴുതണം. കൂട്ടിയിട്ട് ആ സൈൻ കൊടുക്കുക. -20/2. അതായത് 3/2n - 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10.